KPCC അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സണ്ണി ജോസഫ്. തനിക്ക് പ്രവർത്തകരുടെ പിന്തുണയുണ്ട്, താഴെത്തട്ടിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സണ്ണി ജോസഫിന്റെ വാക്കുകൾ. അവിടെ എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ഒരു കടന്നു വരും, ചർച്ച ചെയ്യും. നിങ്ങളെ നിർദ്ദേശം നോക്കാം. നമുക്ക് മൊത്തത്തിൽ അഴിച്ചുപണിയല്ല, ആവശ്യമായ അഴിച്ചുപണിയാണ്. കെ സുധാകരൻ MP ഇന്നത്തെ യോഗത്തിലേക്ക് വരുന്നില്ല, ഇതൊരു അതൃപ്തി കൊണ്ടുള്ള വിട്ടുനിൽക്കല്ലേ? ഇല്ല, അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലേ കണ്ടത്? തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന, കസേരയിൽ ഇരുത്തിക്കൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കോൺഗ്രസ്സിലെ പല ഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്രയോ ഐക്യത്തിലാണ്, എത്രയോ സൗഹൃദത്തിലാണ്, എത്രയോ സമന്വയത്തിലാണ്. തീർച്ചയായും കൂടുതൽ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വരികൾക്കിടയിൽ വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. കാരണം ആൻ്റണി അടക്കമുള്ളവർ പങ്കെടുക്കാതിരുന്നത് ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ, അതേ സംബന്ധിച്ച് ശരിയാണ്. കെ സുധാകരൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ആൻ്റണിയുടെ കാര്യത്തിൽ, അത് ആൻ്റണിയുടെ കാര്യത്തിൽ, മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഈ പത്തനംതിട്ടയിലെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയതാണ്. ഇതൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന്. അതായത് ഇത്തരം മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാത്തതിനെ ഒരുപക്ഷെ പരസ്യമായി ന്യായീകരിക്കേണ്ടി വരുമ്പോൾ തന്നെ പ്രവർത്തകരുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ നേതാക്കൾക്കുള്ള ഒരു മറുപടി അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഇന്ന് AICCയുമായി എപ്പോഴാണ് ഇവരുടെ കൂടിക്കാഴ്ചകൾ ഹൈക്കമാൻഡുമായി? അജിംഷാദ്, ഇന്ന് ഉച്ചയോടെ ആയിരിക്കും AICCയിൽ ഈ പുതിയ KPCC നേതൃത്വം AICCയിലെത്തി ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ നേതൃത്വം ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 10 DCC അധ്യക്ഷന്മാരെ മാറ്റും എന്നടക്കമുള്ള വിഷയങ്ങൾ കുറേ ദിവസങ്ങളായി ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ച ചോദ്യങ്ങളോടൊക്കെ തന്നെയും അദ്ദേഹം പ്രതികരിക്കുമ്പോൾ അത്തരത്തിൽ DCC അധ്യക്ഷന്മാരെയൊക്കെ മാറ്റുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പോലും അത് ചിലതൊക്കെയും മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തകളാണ്. മാധ്യമങ്ങളാണ് അത്തരത്തിലുള്ള വാർത്തകൾ നൽകിയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള അഴിച്ചുപണികളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം DCC അധ്യക്ഷന്മാർക്കാണ് മാറ്റമില്ലാതെ തുടരുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ ഇവരെയൊക്കെയും പുനഃസംഘടനയിൽ നിന്ന് 4 DCCകളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വിശദാംശങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്തായാലും KPCCക്കുള്ളിൽ ഈ നേതൃമാറ്റത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള അതൃപ്തി പുകയുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സുധാകരനെ അടക്കം മാറ്റിയതിൽ ഭൂരിപക്ഷം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധി ആളുകൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും മറ്റ് ചിലർക്ക് പരസ്യപ്പെടുത്താനാകാതെയും അതൃപ്തി ഈ സംഘടനാ നേതൃത്വത്തിനുള്ളിൽ തന്നെയും പങ്കുവയ്ക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിൽ മാറ്റിയതിൽ നിന്നും നിരവധിയായിട്ടുള്ള കൂടിയാലോചനകൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്താതെ ഏകപക്ഷീയമായിട്ടുള്ള ചില തീരുമാനങ്ങളുടെ ഭാഗമായാണ് ഇത്തരം ഈ KPCC പുതിയ നേതൃത്വം സംബന്ധിച്ച പേരുകൾ കടന്നു വന്നത് എന്നുള്ള വിമർശനം മുതിർന്ന നേതാക്കൾ